ഇപ്പോൾ ശ്രീ എം ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കൂടി ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, ഇപ്പോൾ DGP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റുന്നത്. പക്ഷേ സ്വാഭാവികമായും ഇനിയുള്ള ദിവസങ്ങളിൽ വരാൻ പോകുന്ന നറേറ്റീവ് അൻവർ ഉന്നയിച്ചതുപോലെ CPIM-ന് വേണ്ടി ADGP RSS-ഉമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് എന്ന നിലയിലാകാം. അതാണിപ്പോൾ ശ്രീ അനിൽകുമാർ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത്. പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്നതുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതില്ലേ? തീർച്ചയായിട്ടും അങ്ങനെയല്ല യാഥാർത്ഥ്യം. അത് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കഴിഞ്ഞ മാസം 21-ാം പത്രസമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞല്ലോ. അതായത് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചുകൊണ്ട് മാത്രം ഒരാളെയും തൽസ്ഥാനത്തു നിന്ന് മാറ്റുന്ന പ്രശ്നമേ ഇല്ല. അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ. അന്വേഷണ റിപ്പോർട്ട് കുറ്റക്കാരെന്ന് കണ്ടാൽ കർശന നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇന്നലെ DGP-യുടെ റിപ്പോർട്ട് കിട്ടി. ഇന്ന് അതിന്മേൽ തീരുമാനമെടുത്തു. അതാണ് ഉത്തരവാദിത്തത്തോടെ ഭരണാധികാരി ചെയ്യേണ്ടത്. അദ്ദേഹത്തെ സ്ഥാനത്ത് നീക്കിയില്ലേ? ADGP കമാൻഡന്റായിട്ട് മാറ്റിയില്ലേ? ചുമതലയിലേക്ക് മാറ്റിയില്ലേ? അത് പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്തത്. അതിന് അൻവറുടെ ജാർഗൻസ് അതൊന്നും അല്ല ഇവിടെ വിഷയം. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണോ, നിയമപരമായി ചെയ്യാവുന്ന എന്താണോ അത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവ് തന്നെയാണല്ലോ ഇത്. മറ്റൊരർത്ഥവും അതിന് കൽപ്പിക്കേണ്ടതുമില്ല. അങ്ങനെ കൽപ്പിച്ചാൽ തന്നെ അത് വിലപ്പോകുന്നതുമല്ല. ശരി, വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.